Today we are going to learn the topic organizational structure. From this picture itself, we can understand that what is organizational structure. That is a framework of a relationship of individuals working at different levels to accomplish the organization goals. All organizations have a management structure that determines the relationships between functions and positions and subdivides and delegates roles, responsibilities and authority to carry out different tasks. Various positions in the organization are arranged in a hierarchy, and authority and responsibility to each person is clearly defined. നമുക്കറിയാം ഓർഗനൈസേഷൻ എന്നുള്ളത് തന്നെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓരോ ആൾക്കാരുടെയും ജോബ് എന്തൊക്കെ ആയിരിക്കും എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതേപോലൊരു ഹൈറാർക്കിയിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓരോ പൊസിഷനിലുള്ള ആൾക്കാർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അവരുടെ റോൾ എന്താണ്, അവരുടെ അതോറിറ്റി എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണ്, അവരുടെ പവർ എന്താണ് എന്നുള്ളത് ഓരോ പൊസിഷനിലേക്കും ഉള്ള ആൾക്കാർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതേപോലെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്കും അവരുടെ റോൾ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ് ഓർഗനൈസേഷന്റെ, അതിലേക്ക് മാക്സിമം വർക്ക് നമ്മളുടെ പാർട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതേപോലെ ഒരു ഫ്രെയിം വർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. The whole work of the organization is subdivided into small segment. It is assigned to people working in different levels. So ഓരോരോ ലെവലിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓരോ വർക്കുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്കറിയാം അവരുടെ റോൾ എന്താണെന്നുള്ളത് ഓരോ ആൾക്കാർക്കും അറിയാൻ പറ്റും. അതനുസരിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളൊരു നല്ലൊരു കോർഡിനേഷൻ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ മാനേജേഴ്സ് ആരൊക്കെയാണ് അല്ലെങ്കിൽ അവരുടെ സബോർഡിനേറ്റ്സ് ആരൊക്കെയാണ്, ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് എന്താണോ അത് നമുക്ക് ക്ലിയർ ആയിട്ട് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും, ഡിഫറെന്റ് ലെവൽസ് തമ്മിൽ എഫക്റ്റീവ് ആ ഒരു ഹൈറാർക്കിയിൽ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ മെയിൻ എയിം എന്താണ്, ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാന്നുള്ളതാണ്. എന്തായിരിക്കാം അച്ചീവ് ചെയ്യുന്നത്, മാക്സിമം ഏൺ മാക്സിമം പ്രോഫിറ്റ് ആയിരിക്കാം. ആ പ്രോഫിറ്റ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. അതിന് ചെയ്യേണ്ടതായിട്ടുള്ള വർക്ക് എന്തൊക്കെയാണ്, ആ ജോബ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിഫറെന്റ് ലെവൽസ് ആയിട്ട് അല്ലെങ്കിൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് കാറ്റഗറി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ ഓരോ ആൾക്കാരെയും അസൈൻ ചെയ്യുക, ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ കണ്ടക്ട് ചെയ്ത് കോർഡിനേഷൻ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് മാക്സിമം വർക്ക് ചെയ്ത് നമ്മളുടെ ഒബ്ജക്റ്റീവ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ഈ പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷണൽ സ്ട്രക്ചർ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. This is one of the example of an organization structure. So we already know that it is a framework within which an organization arrange its line of authorities and communication and allocate rights and duties. So നമുക്ക് ഒരു ഓർഗനൈസേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മെയിൻ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഉണ്ടായിരിക്കും, the main or the manager, ജനറൽ മാനേജർ ഉണ്ടായിരിക്കും. സോ അതിന്റെ അണ്ടറിൽ ചിലപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ഉണ്ടായിരിക്കും. ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സിനകത്തും അസിസ്റ്റന്റ് മാനേജേഴ്സ് ആയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് ഉണ്ടായിരിക്കും. അതിന്റെ അണ്ടറിലായിട്ടായിരിക്കും വർക്കേഴ്സ് വരുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളുടെ ഓർഗനൈസേഷൻ എന്താണ്, ആ ഒരു ക്ലിയർ ഒബ്ജക്റ്റീവിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതേപോലെ സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. മേ ബി സ്മോൾ ഓർഗനൈസേഷൻ ആയിരിക്കാം, ലാർജ് ഓർഗനൈസേഷൻ ആയിരിക്കാം. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മളുടെ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവിനനുസരിച്ചിട്ട് നമ്മളുടെ സ്ട്രക്ചറും എന്തായിരിക്കും ഓരോ ഓർഗനൈസേഷനും ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ ഏതൊരു ഓർഗനൈസേഷൻ കണ്ടാലും നമുക്ക് അറിയാൻ പറ്റും അവിടെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് എന്തിനു വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. ഓരോ ആൾക്കാർക്കും അറിയണം അവരുടേതായിട്ടുള്ള അതോറിറ്റി എന്താണ്, അവരുടെ പവർ എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടേതായിട്ടുള്ള റോള് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇതേപോലൊരു ഫ്രെയിം വർക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്.
Importance of organizational structure, authority and responsibility are clearly defined. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ആദ്യം തന്നെ എന്താണോ ഒബ്ജക്റ്റീവ്, ആ ഒബ്ജക്റ്റീവിനനുസരിച്ചിട്ടാണ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലിയർ ആയിട്ട് ഡിഫറെന്റ് ലെവൽസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇതേപോലെ ഡിഫറെന്റ് ലെവലായിട്ട് കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ആൾക്കാരുടെയും ഡിഫറെന്റ് ലെവലിലുള്ള ഓരോ ആൾക്കാരുടെയും അതോറിറ്റി എന്തൊക്കെയായിരിക്കും, റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, അവർ വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അവർക്ക് എത്രത്തോളം പവർ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കും. ദ ലൈൻ കമ്മ്യൂണിക്കേഷൻ ഇസ് ക്ലിയർലി സ്റ്റേറ്റഡ്. സോ നമ്മൾ ഡിഫറെന്റ് ലെവൽസ് ആണ്. അപ്പൊ ഓരോ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആയിരിക്കും അവരുടെ അണ്ടറിൽ വരുന്ന ഓരോ ആൾക്കാർക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ക്ലിയർ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ പാത്ത് അതിൽ കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതേപോലെ സ്ട്രക്ചർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ determines the location of centers of decision making. ആരായിരിക്കും ഡിസിഷൻ മേക്കിംഗ് പവർ എന്നുള്ളത് ഇതിനകത്ത് ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. മേ ബി നമ്മൾ പറയും സെൻട്രലൈസ്ഡ് ആയിരിക്കാം, അതല്ലെങ്കിൽ ആർക്കാണ് ഡിസിഷൻ പവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ മാനേജേഴ്സിനൊക്കെ ഡിസിഷൻ പവേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആരാണ് ഡിസിഷൻ മേക്കിംഗ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്, ആ ഒരു ഡിസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. More importance can given to selected areas. Sometimes ഇപ്പം നമ്മൾക്ക് ഒരു ഓർഗനൈസേഷൻ എക്സാമ്പിൾ എടുക്കാം, ഡിഫറെൻറ്റ് ടൈപ്പ്, ഇപ്പം നമ്മളൊരു ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഓഫ് എൻ ഓർഗനൈസേഷൻ വരാം അല്ലേ. ചിലപ്പോൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കാം, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ മേ ബി ഇൻക്ലൂഡഡ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പം നമ്മൾ അങ്ങനെ വരുമ്പോൾ ഏത് ഓർഗനൈസേഷനാണ് കുറച്ചും കൂടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ചില ഏരിയാസിൽ ചിലപ്പം പ്രൊഡക്ഷൻ നമുക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരാം. കാരണം അവിടെ പർച്ചേസ് വരുന്നുണ്ട്, പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് വരുന്നുണ്ട്, ദെൻ മേക്കിംഗ് ഓഫ് ദി പ്രൊഡക്ട്സ്, ദെൻ ക്വാളിറ്റി അത്രത്തോളം ഇമ്പോർട്ടൻസ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഏത് ഏരിയാസിലാണ് ക്ലിയർ ആയിട്ട് നമുക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അതിന് നമുക്ക് ഈ ഒരു സ്ട്രക്ചറിൽ ഡ്യൂട്ടീസ് ആൻഡ് അസൈൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. These are some of the importance of organization structure. The first one is authority and responsibility. Authority and responsibility are clearly defined in the organization structure, so everyone knows what is his authority and responsibility. Then the next one is the line communication is clearly stated, so the coordination of effort is possible. And the next one is determines the location of centers of decision making, and more importance can given to the selected areas. The next one is the factors determining organizational structures. So നമ്മൾ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പ്ലസ് നമ്മൾ ഓരോ ഓർഗനൈസേഷനും ഡിഫറെൻ്റ് ആയിരിക്കാം ഓർഗനൈസേഷൻ സ്ട്രക്ചർ. സോ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ some factors that is influencing to create the organizational structure. That is the objectives, size, technology and people. So based on these factors that we are developing an organization structure. The first one is objectives. The objectives of the organization should be considered while designing an organization structure. The structure must ensure the accomplishment of objectives. This is one of the important point, that the factor that determine the organization structure. നമ്മുടെ മെയിൻ ഒരു ഓർഗനൈസേഷന്റെ മെയിൻ എയിം എന്തായിരിക്കും, മേ ബി ഫോർ അച്ചീവിങ് ദി പ്രോഫിറ്റ് എന്നുള്ളതാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓരോ ഡിപ്പാർട്ട്മെന്റ്സ്, ഓരോ ആക്ടിവിറ്റീസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ഡിപ്പാർട്ട്മെന്റ്സിന്റെ അണ്ടറിൽ നമ്മൾ ഓരോ സബ് ഡിവിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എല്ലാം എന്തിന്റെ ബേസിസിലായിരിക്കും, നമ്മളുടെ ഒബ്ജക്റ്റീവ്, ഓവറോൾ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യണം എന്തൊക്കെ വേണം അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇതുപോലെ കാറ്റഗറൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ദ സൈസ്. അനദർ ഫാക്ടർ ഇസ് ദ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ദ സൈസ് വുഡ് ഡിറ്റർമൈൻ വിച്ച് ടൈപ്പ് ഓഫ് ദി സ്ട്രക്ചർ വുഡ് ബി മോർ എഫക്റ്റീവ്. സോ നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ഓർഗനൈസേഷൻ ദേ ഹാവ് ദി ഡിഫറെന്റ് ടൈപ്സ്. അത് എങ്ങനെയായിരിക്കാം ക്രിയേറ്റ് ചെയ്യുന്നത്, മേ ബി സൈസസ്. ചില ഓർഗനൈസേഷൻ സ്മോൾ ഓർഗനൈസേഷൻസ് ആയിരിക്കാം, മീഡിയം ഓർഗനൈസേഷൻ ഓർ ലാർജ് ഓർഗനൈസേഷൻ മേ ബി ദർ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതേപോലെ സ്ട്രക്ചർ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സ്മോൾ ഓർഗനൈസേഷന് കൺവീനിയന്റ് ആയിട്ട് ഡിപ്പാർട്ട്മെന്റ്സ് കുറവായിരിക്കാം, സോ ഡയറക്റ്റ് ആയിട്ടായിരിക്കാം നമ്മൾ ഒബ്ജക്റ്റീവ്സിലേക്ക് അച്ചീവ് ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. The next one is the technology. The design of the organization structure would
would depend upon the whether the technology is simple or complex. So based on the technology, നമ്മുടെ ഓർഗനൈസേഷനിൽ എങ്ങനെയായിരിക്കും ഏത് ടൈപ്പ് ഓഫ് ടെക്നോളജീസ് ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഫോർ ദി പ്രൊഡക്ഷനകത്താണെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ നമ്മുടെ വർക്കിങ്ങിനാണെങ്കിലും ഏതൊക്കെയാണോ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന്റെ ബേസിസിലും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ചില ഓർഗനൈസേഷൻ നമുക്കറിയാം സിമ്പിൾ ടെക്നോളജീസ് ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്, സിമ്പിൾ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഒക്കെ ആയിരിക്കാം. അതല്ലെങ്കിൽ നമ്മളെ വർക്കേഴ്സ് യൂസ് ചെയ്യുന്ന ടെക്നോളജീസ് ഒക്കെ ആണെങ്കിലും സിമ്പിൾ ആയിരിക്കും. അപ്പൊ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കാം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ചേഞ്ചസ് ഇസ് റൈസ്, എന്ത് ചേഞ്ചസ് വന്നാലും ഒരു ടെക്നോളജിക്കൽ ചേഞ്ചസ് ക്രിയേറ്റ് ചെയ്താലും അതിനെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അതേ ഒരു രീതിയിലായിരിക്കും നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുക, ഒരു ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. Then the next is the people. The next factor affect the organization design is the type of people employed by the organization. So നമുക്ക് based on the people, so number of people അതൊക്കെ അനുസരിച്ചിട്ടായിരിക്കാം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫാക്ടേഴ്സ് ഒരു ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രക്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. So these are the factors that is determine organizational structures. That is objectives, size, technology and people. One is types of organizational structures. These are the three types of organizational structure: line organization, line and staff organization and functional organization. The first one is line organization. Line organization. Line organization is the most oldest and simplest method of administrative organization. According to this type of organization, the authority flows from top to bottom in a concern. It is also known as a military type of organization. The line authorities flows vertically from top most executive to the lowest subordinate throughout the organization structure. So from this picture itself we can understand that what is a line organization. നമ്മളിവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, അതൊരു കമ്പനിയുടെ ഒരു ലൈൻ ഓർഗനൈസേഷൻ. സോ ലൈൻ ഓർഗനൈസേഷൻ ഇൻ ദ സെൻസ് നമ്മൾ ടോപ്പ് ലെവൽ മാനേജേഴ്സ്, ജസ്റ്റ് ഹൈറാർക്കി പോലെ ആയിരിക്കും അല്ലെ. ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഉണ്ടായിരിക്കും, ദെൻ പ്രസിഡന്റ് ഉണ്ട്, ദെൻ വൈസ് പ്രസിഡന്റ്. സോ ദീസ് ആർ ദി ലൈൻ. Vice President of Marketing, Vice President of Operations, Vice President of Finance, Vice President of HRD. So these is the line of organization structure. So first level. Then next step, നമ്മൾ ഒരേ കാറ്റഗറിയിലുള്ള ജോബ്സിന് ഒരേ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതാണ് ലൈൻ ഓർഗനൈസേഷനകത്ത് വരുന്നത്. നോർമൽ നമ്മളുടെ ഇതിനകത്ത് എങ്ങനെയായിരിക്കാം റെസ്പോൺസിബിലിറ്റീസ് ഓർ അതോറിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കാം, ടോപ്പ് ടു ബോട്ടം ആണ്. റെസ്പോൺസിബിലിറ്റി പറയുമ്പോൾ എങ്ങനെയായിരിക്കാം, അപ്വേർഡ് ആയിട്ടായിരിക്കും, ലോവർ ടു ടോപ്പിലേക്കായിരിക്കും റെസ്പോൺസിബിലിറ്റീസ് പോകുന്നത്. അതാണ് ലൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. It clearly identifies authority, responsibility and accountability of each level. These relationships in the hierarchy connect the position and task of each level with those have above and below it. നമുക്ക് ഈ ഒരു പിക്ചറിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ, ആരൊക്കെ ആയിരിക്കും അതോറിറ്റി, ടോപ്പ് ലെവൽ അതോറിറ്റി. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, പ്രസിഡന്റ് ഉണ്ട്, ദെൻ വൈസ് പ്രസിഡന്റ്സ് ഉണ്ട്, ഡിഫറെന്റ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് വരുന്നത്. നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ ഡിഫറെന്റ് ബേസ്ഡ് ഓൺ ദ ഫങ്ഷൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ഡിഫറെന്റ് ലെവൽസ് നമുക്കറിയാം. അപ്പൊ നമുക്ക് ഈ ഒരു ഫ്രെയിം വർക്കിൽ നിന്ന് തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ആരാണ് ടോപ്പ് ലെവലിൽ അല്ലെങ്കിൽ ആരാണ് ഏറ്റവും ലോവർ ലെവലിൽ വരുന്നത്, അവരുടെ അതോറിറ്റി എങ്ങനെയായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത് ഒക്കെ നമുക്ക് ഈ ഒരു ഹൈറാർക്കിയിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. Then line organization, we already know that it is also known as military type of organization. The line authority flows vertically from the topmost executive to lowest subordinate throughout the organization structures. The next one is the kinds of line organization. Now these are the two different types of line organization: pure line organization and departmental line organization.
Pure line organization. In a pure line organization, all similar activities are performed at any one level. നമുക്കറിയാം ലൈൻ ഓർഗനൈസേഷൻ, നമ്മൾ പ്യുവർ ലൈൻ ഓർഗനൈസേഷൻസ് ഒരേ ലെവലിൽ, ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, ഇത് ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു ഓർഗനൈസേഷനിൽ നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് വരാറുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ ആണെങ്കിൽ വോയിസ് മാർക്കറ്റിംഗ് ഉണ്ടായിരിക്കും, മാർക്കറ്റിംഗിന്റെ അണ്ടറിൽ തന്നെ കുറെ സബ് ഡിവിഷൻസ് ഉണ്ടായിരിക്കും, ഫിനാൻസിന്റെ അണ്ടറിനകത്ത് ഉണ്ടായിരിക്കും, ഓപ്പറേഷൻസിന്റെ അണ്ടറിനകത്തുണ്ട്, ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റിന്റെ അണ്ടറിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് വരുന്നത് ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു കാര്യം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. പ്രൊഡക്ഷൻ മാനേജേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ സിമിലർ വർക്ക്സ് ആണ്. അപ്പം അതിനകത്ത് തന്നെ സൂപ്പർവൈസേഴ്സ് ഉണ്ടായിരിക്കും. അപ്പം ഒരേ കാറ്റഗറിയിൽ വരുന്ന സിമിലർ ആക്ടിവിറ്റീസ് ആർ പെർഫോംഡ് അറ്റ് വൺ ലെവലായിട്ട് ക്രിയേറ്റ് ചെയ്യണം. സൂപ്പർവൈസർ എ, സൂപ്പർവൈസർ ബി, സൂപ്പർവൈസർ സി. സോ സെയിം വർക്ക് ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, വർക്കാണ് ചെയ്യുന്നത്. അത് ഒരു ലൈനായിട്ട് വരും. അതുപോലെ തന്നെ അണ്ടർ ദ സൂപ്പർവൈസർ എ വർക്ക് 1, 2, 3. അതുപോലെ തന്നെ സൂപ്പർവൈസർ ബി 1, 2, 3, സൂപ്പർവൈസർ സി 1, 2, 3. ഇതൊക്കെ എന്ത് സെയിം വർക്ക്സ് തന്നെ ആയിരിക്കും അവർ ചെയ്യുന്നത്. സോ സിമിലർ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് ആ ഒരു ലൈൻ ഓഫ് പേഴ്സൺസ് ആയിരിക്കും വരുന്നത്. അതാണ് എന്തായിട്ട് വരുന്നത്, പ്യുവർ ലൈൻ ഓർഗനൈസേഷൻ. Pure line organizations is mainly used for the small scale enterprises. Next one is the departmental line organization. The departmental line organization, the activities of business are divided into several departments. So നമ്മൾ പറഞ്ഞ പോലെ departments ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാണ്. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ്. സോ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിനകത്ത് വരുന്ന മാനേജേഴ്സ്, അതിന്റെ അണ്ടറിൽ വരുന്ന സൂപ്പർവൈസേഴ്സ്, അതിന്റെ അണ്ടറിൽ വരുന്ന വർക്കേഴ്സ്, ഇതേപോലെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യണം. ആ ഹൈറാർക്കി ബേസ്ഡ് കാറ്റഗറൈസ് ചെയ്യാനാണ് ഡിപ്പാർട്ട്മെന്റൽ ലൈൻ ഓർഗനൈസേഷൻ. The departmental heads get authority from the top management. He delegates his authority to his subordinates who regulates the work at lower levels. Here, the authority flows from top to ബോട്ടം. നമുക്ക് ഇതിനകത്ത് അറിയാം ഹൈ ലെവൽ അതോറിറ്റീസ് ആയിരിക്കും അസൈൻ ചെയ്യുന്നത്. അതേപോലെ ടോപ്പ് ടു ബോട്ടം വരെ ആയിരിക്കും എന്ത് വരുന്നത്, അതിന്റെ അതോറിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ഹൈറാർക്കി സ്ട്രക്ചർ പോലെയാണ് എന്ത് വരുന്നത്, ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. Line organization, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ലൈൻ ഓർഗനൈസേഷൻ ഇസ് ദ മോസ്റ്റ് ഓൾഡസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ ആണ്. ജസ്റ്റ് ലൈക്ക് ഹൈറാർക്കി സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ലൈൻ ഓർഗനൈസേഷൻ വരുന്നത്. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് തുടങ്ങി നമ്മളുടെ വർക്കേഴ്സ് വരെയുള്ള ഒരു ഹൈറാർക്കി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ലൈൻ ഓർഗനൈസേഷൻ. ഓരോ ആൾക്കാർക്കും നമ്മളുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും ഓരോ ലൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓരോ ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, റോൾസ്, അതോറിറ്റി എല്ലാം ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും ആ ഒരു സ്ട്രക്ചർ ബേസ്ഡില്. The next one is the merits of line organization. Line organization, that is a simple. Formation procedures are simple. Employees can easily understand. From this itself, we can understand that what are the different levels of an organization structure. നമുക്കറിയാം, നമ്മളുടെ ഇതിനകത്ത് തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ, ഫിനാൻസ് മാനേജർ ആരൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഫിനാൻസ് മാനേജറിന്റെ അണ്ടറിൽ ആരൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് എന്തിനകത്ത് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, ലൈൻ ഓർഗനൈസേഷനിൽ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ ലൈൻ ഓർഗനൈസേഷനിനകത്ത് പറഞ്ഞു, ഓരോ ഇപ്പൊ ഒരു സൂപ്പർവൈസർ ആണെങ്കിൽ പോലും ഈവൻ സൂപ്പർവൈസറിന് അറിയാം ആളുടെ അതോറിറ്റി എന്തൊക്കെ ആയിരിക്കും, ആളുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഈ ഒരു സ്ട്രക്ചറിൽ നിന്ന് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഇറ്റ്സ് എ സിമ്പിൾ ഫോം എന്നുള്ളത് പറയുന്നത്. Then prompt and quick decisions. There are no expert to consult while taking the decision. So the managers can take quick and prompt decisions. So easy. ഇപ്പൊ നമുക്ക് പറയും വൈസ് പ്രസിഡന്റ് ആൻഡ് മാർക്കറ്റിംഗ് ഓർ ദ മാനേജേഴ്സ് ഉണ്ടായിരിക്കും. സോ മാനേജേഴ്സ് ക്യാൻ ടേക്ക് ദി ഡിസിഷൻസ്. സോ അവർക്കറിയാം അവരുടെ അതോറിറ്റി എന്താന്നുള്ളത്. ആ ഒരു അതോറിറ്റി അല്ലെങ്കിൽ അവരുടെ അതോറിറ്റി ബേസ്ഡ് ഓൺ ദർ അതോറിറ്റി ദേ ക്യാൻ ടേക്ക് ദി ഡിസിഷൻസ്. ആ ഒരു രീതിയിലായിരിക്കും എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ലൈൻ ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. The next is discipline. It is military type of organization, so there should be a strong discipline.
നമുക്കറിയാം ഇറ്റ്സ് ഓൾഡസ്റ്റ് ആൻഡ് സിമ്പിൾ മെത്തേഡ് ആൻഡ് ഇറ്റ് ഈസ് മിലിറ്ററി ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു. സോ നമുക്ക് മിലിറ്ററി ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം ഇറ്റ്സ് ക്ലിയർലി ഒരു ഡിസിപ്ലിൻ ഇതിനകത്ത് ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം ആര് എന്ത് വർക്ക് ചെയ്യണം എന്നുള്ളത് ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും ലൈൻ ഓർഗനൈസേഷനകത്ത് വരുന്നത്. യൂണിറ്റി ഓഫ് കമാൻഡ്, എവറി സബോർഡിനേറ്റ് ഗെറ്റ്സ് ഓർഡേഴ്സ് ആൻഡ് ഡയറക്ഷൻസ് ഫ്രം ഹിസ് ബോസ് ഓൺലി. ഇറ്റ് ഈസ് ദി എസെൻസ് ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ്. നമുക്കറിയാം ആ ഒരു ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇപ്പൊ യൂണിറ്റി ഓഫ് കമാൻഡ് നമുക്കറിയാം ഒരു ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സൂപ്പർവൈസേഴ്സ് അതിൽ വർക്കേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പം ഏത് സൂപ്പർവൈസറാണ് ഏത് വർക്കറിന് ഏത് വർക്കറിന് ഒരു വർക്കേഴ്സിനും കൊടുത്തിട്ടുള്ള ഡ്യൂട്ടീസ് ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ സൂപ്പർവൈസേഴ്സ് കൊടുത്തിട്ടുള്ള ഓർഡേഴ്സ് ആ വർക്കേഴ്സ് ചെയ്യാം. അപ്പൊ അത് ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അതിനകത്ത്. Then it is economical. No state staff experts are required. So it is economical. നമുക്ക് ഇവിടെ എന്ത് കൊടുത്തിട്ടില്ല, സ്റ്റാഫ് ഒരു എക്സ്പേർട്സിനെ നമ്മളിവിടെ അസൈൻ ചെയ്തിട്ടില്ല. ആരാണോ പ്രസിഡന്റ്, മാർക്കറ്റിംഗ് വൈസ് പ്രസിഡന്റ് ഓർ നെക്സ്റ്റ് മാർക്കറ്റിംഗ് ലെവൽ മാനേജേഴ്സ് ഓർ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് ആരും എന്ത് ചെയ്യുന്നില്ല, ക്ലിയർ ആയിട്ട് സ്റ്റാഫിനെ ഒന്നും ഇവിടെ അസൈൻ ചെയ്തിട്ടില്ല. ഒരു അഡ്വൈസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും അസൈൻ ചെയ്തിട്ടില്ല. അവർക്ക് തന്നെ അവരുടേതായിട്ടുള്ള ഡിസിഷൻസ് ഇതിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. Then next is the flexibility. Each manager has exclusive authority over his unit, so he can make changes easily towards his function. So ഓരോ ആൾക്കാർക്കും ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് മാനേജർക്കാണെങ്കിൽ മാർക്കറ്റിംഗ് മാനേജർക്ക് ക്ലിയർ ആയിട്ട് അതോറിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആളുടെ അതോറിറ്റി ബേസ്ഡ് ഓൺ ഹിസ് അതോറിറ്റി ഹി ക്യാൻ ടേക്ക് ദി ഡിഫറെന്റ് ഡിസിഷൻസ്. അപ്പം എന്തെങ്കിലും ഡിസിഷൻസ് ചേഞ്ച് ചെയ്യണോ ആൾക്ക് അതിനുള്ള അതോറിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം അതിനകത്തൊരു ഫ്ലെക്സിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. Then coordination, it helps to achieve effective coordination. Each department is managed and controlled by one supervisor ആയിരിക്കും. നമുക്കറിയാം ഇവിടെ ഒരു ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വൈസ് പ്രസിഡന്റ് ഉണ്ടായിരിക്കും. ദെൻ മേ ബി മാനേജേഴ്സ് ഓഫ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, ദെൻ അസിസ്റ്റന്റ് മാനേജേഴ്സ്, ദെൻ സൂപ്പർവൈസേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഓരോ കാറ്റഗറിയിലുള്ള ആൾക്കാർ ആ ഒരു എഫക്റ്റീവ് കോർഡിനേഷൻ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ക്ലിയർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഇസ് ദി റെസ്പോൺസിബിലിറ്റി ഫിക്സ്ഡ്. Duties and responsibilities are clearly defined, so every individual in the organization knows his responsibility and to whom he is responsible. Clear right. Ippum nammal parnu supervisors, under the supervisors there are different workers are working in that organization. Appo aa workers nu ariyam avarude work endokkana allengil supervisors chalappom report cheyyunnathu assistant managers naayirikkum. Appum supervisor nu ariyam endokkana alde responsibilities endokkana allu cheyyundathu work endokkana adokka clear right എന്തായിട്ടുണ്ടായിരിക്കും. ആ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഫിക്സ്ഡ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ, ദ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇസ് ക്ലിയർ, ഡയറക്റ്റ് ആൻഡ് വെൽ ഡിഫൈൻഡ് ആണ്. അപ്പം നമുക്ക് ഈസി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദി ഡിഫറെന്റ് ലെവൽസ്. അപ്പം അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്കത് ക്ലിയർ ആയിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ പാത്ത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ദീസ് ആർ ദി ഡിഫറെന്റ് മെറിറ്റ്സ് ഓഫ് ലൈൻ ഓർഗനൈസേഷൻ. ഡിഫറെന്റ് മെറിറ്റ്സ് ദാറ്റ് ഇസ് സിമ്പിൾ and prompt and quick decisions, and discipline, unity of command, economical, flexibility, coordination, responsibility fixed, clear communication. It has some demerit, concentration of authority. The authority is concentrated at the top. If the top management is inefficient, it will affect the prospects of the entire organization. In line organization, the flow of authority is top to bottom. So decisions will be taken by the top management. Top management inefficient aanannundengil entire organization downward avanla chance undu. The lack of specialization, that is the main drawback of the system, as supervisors cannot be well versed in all the fields such as production, finance, etc. The services of the experts are not utilized, so it will adversely affect the decision. So ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലൈൻ ഓർഗനൈസേഷനിൽ നമുക്കറിയാം ഈ ഓരോ മാനേജേഴ്സിനും അവരുടേതായിട്ടുള്ള അതോറിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡിസിഷൻ മേക്കിംഗ് പവർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഇവിടെ ഒരു സ്റ്റാഫിന്റെ ഒരു അഡ്വൈസസ് ഇവർക്ക് കിട്ടുന്നില്ല.
അങ്ങനെ വരുമ്പോൾ ഇവരെടുക്കുന്ന ഡിസിഷൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്സ്, അവരും അത്രത്തോളം ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആളല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ അവരുടെ ഡിസിഷൻസിനും മിസ്റ്റേക്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതൊരു അഡ്വേഴ്സ്ലി അഫക്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. Then overloading of work. Under the system, the managers are overloaded with work. It affects the efficiency of the executives. Maybe നമ്മളിപ്പം ഈ ഓരോ ഓർഗനൈസേഷനിലും മാനേജേഴ്സ് ക്ലിയർ ആയിട്ട് ഡിസിഷൻസ് എടുത്താൽ മാത്രമാണ് ലൈൻ ഓർഗനൈസേഷനകത്ത് ആ ഒരു ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിട്ട് വന്ന് ആ ഒരു അതോറിറ്റി ഫ്ലോ ഓഫ് അതോറിറ്റി ക്ലിയർ ആയിട്ട് വരുള്ളൂ. ഇപ്പം മാനേജേഴ്സ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഡിസിഷൻ മേക്കിംഗ് അവർ ക്ലിയർ ആയിട്ട് ഡിസിഷൻ എടുത്തേ പറ്റൂ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വർക്ക് ഓവർലോഡഡ് ആണ്. ഓരോ മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വർക്ക് ഓവർലോഡഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് മേ ബി എഫിഷ്യൻസിനെ അത് എഫക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. Difficult coordination. Each department operates as autonomous units. This make coordination difficult. മേ ബി ഇപ്പം നമ്മൾ പറഞ്ഞു ഇതിനകത്ത് ലൈൻ ഓർഗനൈസേഷൻ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാണ്. അപ്പോൾ അവിടെ ഒരു കോർഡിനേഷൻ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് ഡിഫറെന്റ് സെഷൻസ് വരുന്നുണ്ട്. ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ഡിഫറെന്റ് ഹെഡ്സ് ഓർ ഡിഫറെന്റ് സെഷൻസ് വരുന്നുണ്ട്. ഫിനാൻസിന്റെ അണ്ടറിൽ ഡിഫറെന്റ് സെഷൻസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഓരോ യൂണിറ്റും ഓട്ടോണമസ് ആയിട്ടാണ്, അവർ അവരുടേതായിട്ടുള്ള ഇതിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് തമ്മിലുള്ള ഒരു കോർഡിനേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ അങ്ങനെ ഒരു കോർഡിനേഷൻ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഇങ്ങനെ ഒരു കോർഡിനേഷൻ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഇറ്റ് ഇസ് എ ഡിഫിക്കൽട്ട് പ്രോസസ്. Then defective communication. In line organization, communication flows from top to bottom. That means there is a downward communication, there is no upward communication. Top level managers do not receive the suggestions of the subordinates. അപ്പം നമുക്കറിയാം ടോപ്പ് ടു ബോട്ടം ആണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. സോ വർക്കേഴ്സ് എന്ത് വർക്ക് ചെയ്യണം എന്നുള്ളത് ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ലോവർ ലെവൽ മാനേജേഴ്സിന്റെ കമ്മ്യൂണിക്കേഷൻ അത് അവർ കൺസിഡർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഫീൽ ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. It is not suitable for large enterprises. It is suitable only in small enterprises where work is simple and operations are not complicated. Normal organizations are main at the line organizations create choose the structure creating choosing. So these are the demerits of line organization. And concentration of authority, then lack of specialization, overloading of work, difficult coordination, defective communication, not suitable for large enterprises. Next is the line and staff organization. According to Louis Ellen, line refers to those elements which have the responsibility and authority and are accountable for the accomplishment of primary objectives. Staff refers to those elements which have responsibility and authority for providing advice and service to line and attainment of objective. ലൈൻ റെഫേഴ്സ് അത് നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യം. ലൈൻ മാനേജേഴ്സ് നമ്മൾ ലൈൻ ഓർഗനൈസേഷൻ അറിയാം അല്ലെ, സെയിം ലൈക്ക് ദാറ്റ്. ലൈൻ ഓർഗനൈസേഷനകത്ത് ഓരോ ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള അതോറിറ്റി റെസ്പോൺസിബിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണോ അത് അച്ചീവ് ചെയ്യാനായിട്ട്. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാഫിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. സ്റ്റാഫ്സ് പ്രൊവൈഡിങ് അഡ്വൈസസ് ആൻഡ് സർവീസസ് ടു ദി line managers. And this structure itself, we can understand that what is line and staff organization. നമുക്കറിയാം ഇവിടെ പ്രസിഡന്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പ്രസിഡന്റ് കോർപ്പറേറ്റ് ആൻഡ് അസിസ്റ്റന്റ് ടു പ്രസിഡന്റിന് അസിസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ ഇതിനകത്ത് ലൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെയിൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനുള്ളതാണ് ലൈൻ ഫംഗ്ഷൻസ് ആയിട്ട് വരുന്നത്. അതിനകത്ത് സ്റ്റാഫ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാഫ് ഫംഗ്ഷൻസ്. സ്റ്റാഫ് എക്സ്പേർട്സുകളായിരിക്കും, അതല്ലെങ്കിൽ അവർ എന്തൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടത്, ഒരു പ്രസിഡന്റ് ചെയ്യേണ്ടതായിട്ടുള്ള വർക്ക്സ് എന്തൊക്കെയാണ്, അവരുടേതായിട്ടുള്ള ഡിസിഷൻസ് അവരെടുക്കുമ്പോൾ അവരൊരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് അഡ്വൈസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാഫ് മാനേജേഴ്സിന് അസിസ്റ്റ് ചെയ്യുന്നത്.
ഈവൻ വൈസ് പ്രസിഡന്റ് ഇൻ മാർക്കറ്റിംഗ് വൈസ് പ്രസിഡന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാഫ് ഫംഗ്ഷൻസ് വരുന്നത്. സ്റ്റാഫ് ഫംഗ്ഷൻസ് മാർക്കറ്റിംഗ് റിസർച്ച് സ്പെഷ്യലിസ്റ്റ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അഡ്വർടൈസിംഗ് സ്പെഷ്യലിസ്റ്റ് ഉണ്ടായിരിക്കും. സോ മാർക്കറ്റിംഗ് റിസർച്ച് സ്പെഷ്യലിസ്റ്റ്, സോ അവരായിരിക്കും മാർക്കറ്റിംഗിന്റെ റിസർച്ച് വർക്ക്സ് കണ്ടക്ട് ചെയ്യാണ്. അതിന് എത്രത്തോളം ഡിമാൻഡ്, പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കാര്യങ്ങളൊക്കെ റിസർച്ച് വർക്ക്സ് കണ്ടക്ട് ചെയ്തിട്ടായിരിക്കും അവർ അതിന്റെ ഒരു ഡിസിഷൻസ് എടുക്കുന്നത്. അത് അവർക്ക് അഡ്വൈസസ്, വൈസ് പ്രസിഡന്റ് ഓഫ് മാർക്കറ്റിംഗിന് അഡ്വൈസസ് പ്രൊവൈഡ് ചെയ്യും. സോ അപ്പോൾ തന്നെ നമുക്കറിയാം വൈസ് പ്രസിഡന്റ് ഓഫ് മാർക്കറ്റിംഗ് അവർക്ക് കുറച്ചും കൂടെ അവരുടെ വർക്ക് ലോഡ് കുറച്ചും കൂടെ കുറവായിരിക്കും. കാരണം അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും കൂടെ ഉണ്ടായിരിക്കും, സ്റ്റാഫ് ഫംഗ്ഷൻസും കൂടെ ഉണ്ടായിരിക്കും. വൈസ് പ്രസിഡന്റ് ഓഫ് മാനുഫാക്ചറിങ്, സോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാളിറ്റി കൺട്രോൾ എഞ്ചിനീയേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അവർ പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ്, എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, ഒരു ക്വാളിറ്റി കുറച്ചും കൂടെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഡിസിഷൻസ് എടുക്കേണ്ടതുണ്ട് എന്നുള്ളത് വൈസ് പ്രസിഡന്റ്സ് ഓഫ് മാനുഫാക്ചറിങ്ങിന് കുറച്ചും കൂടെ ഒരു ഈസി അഡ്വൈസസ് ക്വാളിറ്റി കൺട്രോൾ എഞ്ചിനീയേഴ്സ് വിൽ ബി പ്രൊവൈഡഡ്. ആ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ലൈൻ ഓർഗനൈസേഷൻ നമുക്കറിയാം അവരുടെയും കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് അഡ്വൈസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്, സ്റ്റാഫ് ഓർഗനൈസേഷൻ, സ്റ്റാഫും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. The line executives have the executive authority. The staff officers are required to advise and assist the line managers to achieve the objectives. The staff officers have no control over the workers. They should advise and help the line managers to take the proper decisions. Line and staff structure ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. This is another example or a structure of a line and staff. Chief executive officers will be there for helping the chief executive officer. The company secretary will be there, and research and development manager is there. So avarana advisors aarku provide cheynathu chief executive officers ne provide cheynathu. Chief executive officer kaayirikkum clear authority ullathu. Avarana adutha marketing managers ne, production manager ne, finance managers nokke എന്താണ് വർക്ക് ചെയ്യേണ്ടത്, വർക്ക്സ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അഡ്വൈസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കമ്പനി സെക്രട്ടറി R&D മാനേജേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നത്. These are some of the merits of line and staff organization. Sound managerial decisions. Staff specialists help and advise while taking the decisions by line managers, so they are able to take prompt decisions. So നമുക്കറിയാം ഈ ഒരു പിക്ചറിൽ നിന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും വൈസ് പ്രസിഡന്റ് ഓഫ് മാർക്കറ്റിംഗ്. അവർക്ക് പ്യുവർ ഡിസിഷൻ ആയിരിക്കും വരുന്നത്. കാരണം എന്തുകൊണ്ടാണ്, അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് റിസർച്ച് സ്പെഷ്യലിസ്റ്റ്, അഡ്വർടൈസിംഗ് സ്പെഷ്യലിസ്റ്റ് ഒക്കെ ഉണ്ട്. അവർ ആ ഒരു അവരുടെ ഒരു അഡ്വൈസ് ആർക്ക് ഡിസിഷന് പവർ കൂട്ടും, നമ്മളുടെ വൈസ് പ്രസിഡന്റ് ഓഫ് മാർക്കറ്റിംഗ്. സോ ക്ലിയർ ഡിസിഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. Then next is the flexibility. Line and staff organization is more flexible than line organization. കുറച്ചും കൂടി ഫ്ലെക്സിബിലിറ്റി ഏതിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും കൂടെ ഉണ്ട്, അഡ്വൈസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ് സ്റ്റാഫും കൂടെ അവർക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. Development of executives. The organization will appoint more staff officers. The experienced and old employees will get chances of being appointed as staff officers. So നമുക്ക് ഓൾറെഡി നമ്മളുടെ കുറച്ച് എക്സ്പേർട്സ് എന്ന് പറയുമ്പോൾ ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ ചാൻസ് കൂടുതലായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. Then a unity of command. The staff officers are not given executive powers. Their main function is to advise and guide the line managers while decision making. The rights of issuing orders and vested with the line managers. So the subordinate will get the orders from their bosses, that is line managers only. So unity of command can be maintained in the entire organization. So ഇവിടെ തന്നെ എക്സാമ്പിൾ പറയാം, വൈസ് പ്രസിഡന്റ് ഓഫ് മാർക്കറ്റിംഗ്. വൈസ് പ്രസിഡന്റ് ഓഫ് മാർക്കറ്റിംഗ് എന്തൊക്കെ ഡിസിഷൻസ്, എന്തൊക്കെ കാര്യങ്ങൾ ഡിസിഷൻസ് എടുക്കുന്നുണ്ടോ അത് ആ ഓർഡേഴ്സ് ആർക്കൊക്കെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്, സെയിൽസ് മാനേജേഴ്സിനായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്.
ഡയറക്റ്റ് ഓർഡേഴ്സ് മാർക്കറ്റിംഗ് പ്രസിഡന്റ് ആയിരിക്കും ഓർഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഇവിടെ ആർക്ക് ഇൻഫ്ലുവൻസ് വരുന്നില്ല, മാർക്കറ്റിംഗ് റിസർച്ച് സ്പെഷ്യലിസ്റ്റിനില്ല. അവർ ജസ്റ്റ് എന്ത് മാത്രമാണ് കൊടുക്കുന്നത്, ജസ്റ്റ് അഡ്വൈസസ് പ്രസിഡന്റ് ഓഫ് മാർക്കറ്റിംഗിന് മാത്രമാണ് കൊടുക്കുന്നത്. സോ ഹിയർ there's a unity of command will be there. Then reduction of burden. The staff authorities helps to solve the complicated problems related with functions. So line managers can be relief. They can only deal with lesser problems. ഒരുപാട് സപ്പോർട്ട് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്രസിഡന്റ് ഓഫ് മാർക്കറ്റിംഗിന് മാർക്കറ്റിംഗ് റിസർച്ച് സ്പെഷ്യലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഏതൊക്കെ പ്രൊഡക്റ്റ് ആണ് അവരുടെ ആ പ്രൊഡക്ട്സിന്റെ എത്രത്തോളം ഡിമാൻഡ് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് കൊണ്ട് മാർക്കറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് എത്രത്തോളം ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള രീതിയിലുള്ള എല്ലാ ഡൗട്ട്സ്, എല്ലാ സപ്പോർട്ട്സും ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിംഗ് റിസർച്ച് സ്പെഷ്യലിസ്റ്റ് വൈസ് പ്രസിഡന്റ് ഓഫ് മാർക്കറ്റിംഗിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വൈസ് പ്രസിഡന്റ് ഓഫ് മാർക്കറ്റിംഗ് ആളിനെ സംബന്ധിച്ചിടത്തോളം റിഡക്ഷൻ ഓഫ് ബർഡൻ, ആൾക്ക് ഒരുപാട് വർക്ക് അവിടെ ചെയ്യേണ്ടതില്ല. Planted specialization. This type of organization is based on the planted specialization. ഓരോ ഏരിയയിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും നമ്മൾ ആ ഒരു അതോറിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. Then these are some of the merits of line and staff organizations: sound managerial decisions, flexibility, development of executives, unity of command, reduction of burden, planned specialization. Next one is different demerits of line and staff organizations. Conflicts. There is a chance of conflicts between line and staff authorities. In case of non-achievement, the line officers will blame staff officers. Staff officers will blame the line executives of not implementing their suggestions. So normal വരുന്ന ഒരു കാര്യമാണല്ലേ. ഇപ്പൊ ഇവർക്ക് നല്ല ഡിസിഷൻസ് എടുക്കാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രൊഡക്ഷൻ മാനേജേഴ്സ് സംബന്ധിച്ചിടത്തോളം ആൾക്കാര് ഡിസിഷൻ എടുക്കാന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അവരെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ സ്റ്റാഫിനെയും കൂടെ അസൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടേതായിട്ടുള്ള അഡ്വൈസസ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ there is chance of conflict. Ineffective staff. In the absence of authority, executive powers are not provided to staff officers, so it will create indifferent attitude among them. They are also jealous towards the line managers. It will develop an indifferent relationship between the line and staff officers. So അവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ളൊരു ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അതോറിറ്റി ക്ലിയർ ആയിട്ട് ആർക്ക് തന്നെയായിരിക്കും ഡിസിഷൻസ് എടുക്കുന്നത്, നമ്മളെ ലൈൻ മാനേജേഴ്സ് തന്നെയായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇൻക്രീസ് കോസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. Experts and specialists will demand higher wages. It will lead to increase the cost of administration. Ultimately, it will lead an increase in price, increase cost of administration. Normal line organizations, line managers മാത്രം നമുക്ക് കോസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ സ്റ്റാഫിനെയും കൂടെ അഡ്വൈസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് ദേ ആർ എക്സ്പീരിയൻസ് പേഴ്സൺസ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ കോസ്റ്റ് മേ ബി ഹൈ. Confusion about her position. It is not possible to divide department as line and staff departments, so it is not able to indicate a line and staff departments clearly. Therefore, the duties and responsibilities of staff members cannot be indicated clearly. Sometimes ഒരു confusion may be create ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അവരുടെ ഒരു സ്റ്റാഫ് അതോറിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ലൈൻ അതോറിറ്റീസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ മേ ബി ഉണ്ടാവാനുള്ള ചാൻസ് അതിനകത്ത് കൂടുതലാണ്. Too much dependence on experts. Line managers do not take too much risk in taking decisions. They will depend the staff officers even in routine minor affairs. So ഒരു നമ്മൾ ചിലപ്പോൾ തന്നെ നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരാളും കൂടി ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അവരെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. Lack of accountability. Staff men are not accountable for the results, so they are do not try to perform duties well. So നമുക്കറിയാം അതോറിറ്റി ഫുൾ ആൾക്ക് തന്നെയായിരിക്കും, ലൈൻ മാനേജേഴ്സിന് തന്നെയായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റാഫിന് അവിടെ ജസ്റ്റ് അഡ്വൈസസ് പ്രൊവൈഡ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതലായിട്ട് ആ ഒരു റിസൾട്ടിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നില്ല. Chance of misinterpretation. There are chances of misinterpretation of staff recommendations by the line managers. These are some of the demerits of
Line and staff organization. The first one maybe create the conflicts, ineffective staff in absence of authority, may create increased cost of administration, confusion about position, too much dependence on experts, lack of accountability, there is a chance of misinterpretation. The next one is the functional organization. Functional organization is in between line and staff authority. Various activities of the enterprise are classified according to the functions like production, marketing, finance, etc. These are put under the charge of specialist. Normal functional organization. So this is the of the functional organization structure. Under the CEO there are different managers, so based on the functions. So first one is human resource, finance, marketing, IT, production. So നമ്മളുടെ ഓർഗനൈസേഷനിൽ ഏതൊക്കെയാണോ ഡിപ്പാർട്ട്മെന്റ്സ് ഉള്ളത് അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഡിഫറെന്റ് ഫങ്ഷൻസ് അനുസരിച്ച് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നതാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനകത്ത് വരുന്നത്. Subordinates will get orders and direction from the different functional specialists. The whole activities of the enterprise are divided into the different functions like human resources, finance, marketing, personal, production, IT. Functional organization is a complex type of organization when compared to the line and staff organization. There is a specialization in the functional organization as the work of a concern as the whole is divided into different specialized functions like production, purchasing, marketing, finance, personal relations, etc. Each specialist function is entrusted to a functional expert or specialist. So namukkariyam functional organization structure nathu different functions based on the function nammal different departments aayittu categorize cheyana. ഓരോ ഡിപ്പാർട്ട്മെന്റിലും അവരുടേതായിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് അത് ഹെഡ് ചെയ്യുന്നത്. Under this system, the principle of unity of command is not observed, as a single worker has to get the instruction from more than one specialist. Even then, HR department, under the HR department, there are different staff will be there. So, all staff നമുക്ക് കിട്ടുന്ന അവർക്ക് ചിലപ്പോൾ കിട്ടുന്ന ഓർഡേഴ്സ് ചിലപ്പോൾ എന്തായിരിക്കാം വേറെ ഡിപ്പാർട്ട്മെന്റിനുള്ള സ്റ്റാഫ്സ് ഹെഡിന്റെ ഓർഡേഴ്സും ഇവർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. In this type of organization, there are three types of authority relationship, that is line authority relationship, staff authority relationship, and functional authority relationship. One is the merit of functional organization. The first one is specialization. Experts are appointed at management level, so the advantage of specialization are benefited for the entire organization. ഓരോ ഡിപ്പാർട്ട്മെന്റ് ആണെന്നുണ്ടെങ്കിലും ആ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എക്സ്പേർട്ടിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് അപ്പോയിന്റ് ചെയ്യുന്നത്. സോ അവിടെ ഒരു സ്പെഷ്യലൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള ഏരിയയിൽ അവർക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഇസ് ദ സ്റ്റാൻഡർഡൈസേഷൻ. ഡ്യൂ ടു സ്പെഷ്യലൈസേഷൻ ദേ ക്യാൻ പ്രൊഡ്യൂസ് ദ സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊഡക്റ്റ്. സോ ദേ ആർ എക്സ്പേർട്ട് ഇൻ ദാറ്റ് ഏരിയ. ഇപ്പം മാർക്കറ്റിംഗ് ഏരിയ അവർക്ക് അവർ അതിലെ എക്സ്പേർട്സ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ മാക്സിമം വർക്ക് അതിൽ നിന്ന് അവർക്ക് ചെയ്യാനായിട്ട് പറ്റും. Maintenance of higher efficiency. The workers are getting direction from the experts, so the higher efficiency can be achieved. So marketing, under the marketing staffs and down, so our staffs ആണ് കിട്ടുന്നത് എക്സ്പേർട്ട് എന്നുള്ള ഒരു അവര് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അതിനകത്ത് ക്ലിയർ ആയിട്ട് വർക്കേഴ്സിന് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. No overloaded of work. The entire work is divided into various functions and it is assigned to different functional experts. So the managers are not overloaded with the work. ഇവിടെ നമുക്കറിയാം ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാണ്. അപ്പം ഓരോ കാറ്റഗറിയിലും വരുന്ന ആൾക്കാർ അവർ അവരുടേതായിട്ടുള്ള ഏരിയയിലെ എക്സ്പേർട്സിനായിരിക്കും അവർ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചും കൂടെ ഒരു അപ്രോച്ചബിൾ ആയിരിക്കും.
വർക്ക് കുറച്ചുകൂടെ കുറവായിരിക്കും. മാസ് പ്രൊഡക്ഷൻ ഇസ് പോസിബിൾ ഡ്യൂ ടു സ്പെഷ്യലൈസേഷൻ ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പം പ്രൊഡക്ഷൻ മാനേജേഴ്സ് അവർക്ക് ആ ഒരു ഏരിയയിലെ എക്സ്പേർട്സ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ക്ലിയർ ആയിട്ട് അവരുടെ വർക്ക് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫ്സിന്റെ വർക്ക് എന്തൊക്കെയാണെന്നുള്ള ക്ലിയർ ആയിട്ട് അസൈൻ ചെയ്യാനായിട്ട് പറ്റും. മോർ പ്രൊഡക്ഷൻ മേ ബി ക്രിയേറ്റഡ്. Flexibility, organization structure is flexible, so the changes can be made. either ഇപ്പം നമ്മൾ പറയും വേറൊരു ഫംഗ്ഷനും കൂടെ നമ്മുടെ ഓർഗനൈസേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് ഫ്ലെക്സിബിൾ. Scope for expansion, there is a scope for expansion. The functional divisions does not adversely affect coordination and control. നമുക്ക് കുറച്ചും കൂടെ ഒരു എക്സ്പാൻഡ് ചെയ്യണം, നമ്മളുടെ ഒരു പ്രൊഡക്ഷൻ, നമ്മുടെ ഒരു യൂണിറ്റ് തന്നെ നമ്മൾ കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യണം. അപ്പൊ അടുത്തൊരു ഫംഗ്ഷനും കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ഇതിലേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊരു ക്ലിയർ ആയിട്ട് നമുക്കത് കോർഡിനേറ്റ് ചെയ്തായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. സോ ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് functional organization, specialization, standardization. Through the specialization, standardization will be created. അതുപോലെ തന്നെ no overloaded of work, mass production will be created, flexibility, scope for expansion. The next is the demerits of functional organization. The first one is violation of unity of command. Subordinates get the direction and orders from the different functional managers. This violates the principle of unity of command. ഇവിടെ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനകത്ത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല. ഒരു യൂണിറ്റി ഓഫ് കമാൻഡ് അത് ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്ന് ചിലപ്പോൾ ഓർഡേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു violation of the unity of command may be created. The next is the lack of coordination. There are separate functional departments. It is difficult to coordinate the diverse activities of a number of functional departments. ഇവിടെ നമുക്കറിയാം HR department, finance, marketing, so there are number of departments is there. അപ്പം അതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ നമ്മുടെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരു ലാക്ക് ഓഫ് കോർഡിനേഷൻ മേ ബി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാന്നുള്ളത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. Complex relationship. The relationship are very complex. There are too many close relationship between the departments and individuals. This makes the situation vague. നമുക്കറിയാം ഇവിടെ വരുന്നത് നമുക്ക് ഒരു HR ഡിപ്പാർട്ട്മെന്റ്, HR സ്റ്റാഫ് ആണെങ്കിലും ചിലപ്പോൾ അവര് ഫിനാൻസിൽ നിന്നുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ആ ഫിനാൻസ് മാനേജറുടെ ഡ്യൂട്ടിയും കൂടെ ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പൊ അങ്ങനെ വരുന്ന സിറ്റുവേഷനകത്ത് ആ ഒരു എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും തമ്മിലൊരു കോംപ്ലക്സ് മേ ബി ക്രിയേറ്റ് ചെയ്യുക, ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് വരുമ്പോൾ അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കോൺഫ്ലിക്റ്റും കൂടെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. There are number of specialists of equal ranks, so there are chances of clash, conflicts, okay, create a chance under delay in decision making. Several functional managers are obtained to be consulted on single issues. It will cause delay to take the decision. So നമ്മളിപ്പോൾ പറയുന്നുണ്ട് HR managers or finance ഒക്കെ പറയുന്നുണ്ടെങ്കിൽ എല്ലാം കണക്റ്റഡ് ആണ്, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും തമ്മിൽ കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഒരു HR ഡിപ്പാർട്ട്മെന്റിൽ ഒരാൾ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ആളുടെ സാലറി, ആളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫിനാൻസ് കാര്യങ്ങൾ ചെയ്യുന്നത് ആരായിരിക്കും, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഒരു കണക്ഷൻ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ there is getting a delay in decision making. The next one is overlapping of authority and division of responsibility. A worker receives orders from the different bosses, so he is accountable to all these functional bosses. It leads to overlapping of authority and division of responsibility. ഇവിടെ മെയിൻ ആയിട്ടൊരു യൂണിറ്റി ഓഫ് കമാൻഡ് ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരു ഓവർലാപ്പിംഗ് ഓഫ് അതോറിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ പല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചിലപ്പോൾ മാർക്കറ്റിംഗിലെ മാനേജർ ആയിരിക്കും, ചിലപ്പോൾ HR സ്റ്റാഫിന്റെ അടുത്തായിട്ടുള്ള വർക്ക്സ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ഓവർലാപ്പിംഗ് ഓഫ് ഡിസിഷനും അല്ലെങ്കിൽ ഡിസിഷൻ ഓഫ് ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസിലൊക്കെ ഒരു ക്ലാഷ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. Functional specialists are appointed at different functional levels. So these are some of the demerits of functional organization. Demerits, violation of unity of command. ഇവിടെ ക്ലിയർ ആയിട്ട് യൂണിറ്റി ഓഫ് കമാൻഡ് വരാത്തത് കൊണ്ട് തന്നെയാണ് ഒരു വയലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. ലാക്ക് ഓഫ് കോർഡിനേഷൻ, കോംപ്ലക്സ് റിലേഷൻഷിപ്പ്, കോൺഫ്ലിക്ട്സ്, delay in decision making, overlapping of authority and division of responsibility. Thank you.